നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നന്ദു മഹാദേവ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അതായത് ഒരു റിയൽ ഫൈറ്റർ അതായിരിക്കണം ഒരു ക്ഷാത്ര ഹിന്ദുവിൻ്റെ, ക്ഷത്രിയ വീര്യമുള്ള ഒരു ഹിന്ദുവിൻ്റെ ഒരു പോരാട്ട വീര്യമാണ് നമ്മുടെ നന്ദു. ഓള് വന്നാണ്. അപ്പോൾ ഒരു ഹൈന്ദവൻ ഉണ്ടാകേണ്ട ക്ഷാത്രവീര്യം, പോരാട്ടവീര്യം, അതാണ് നന്ദു മഹാദേവ നമുക്ക് പകർന്നു തന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചത്. ആ പോരാട്ട വീര്യമാണ് ഇന്ന് നമുക്ക് ഹിന്ദുവിനില്ലാത്തത്. എന്തായാലും നന്ദു അവൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചു. അവന് ശിവൻ്റെ അടുത്തേക്ക്, മഹാദേവൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. അതുകൂടാതെ ഇന്ന് നമ്മുടെ ഒരു സഹോദരി ഇസ്രായേലിലെ ജിഹാദികളുടെ ബോംബിന് ഇരയായി. ആ സഹോദരിയുടെ മൃതദേഹം കൊച്ചിയിലെത്തി, കേരളത്തിലെത്തി. അങ്ങനെ രണ്ട് ദുഃഖ കാഴ്ചകളാണ് ഉള്ള ദുഃഖങ്ങളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഞാനിന്ന് ലൈവിൽ വരാം എന്ന് വിചാരിച്ചതിൻ്റെ കാര്യം, നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ സഹോദരി അവരെ ഇസ്രായേലിലെ വളരെ ദയനീയാവസ്ഥയിൽ മരണപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾ, മാധ്യമങ്ങൾ ആദ്യം അതിനെ വളരെ ഗംഭീരമായൊരു ബോംബാക്രമണം എന്ന് മാത്രം, ഇസ്രായേലിൽ നടന്നൊരു ബോംബാക്രമണം എന്ന് മാത്രം വിശേഷിപ്പിച്ചു. അപ്പോൾ ആർക്കും മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചത്, ഇസ്രായേലിൽ നടന്നൊരു സംഭവം. പക്ഷേ സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയത് കാരണം, ഈ മെയിൻ മുഖ്യ മാധ്യമങ്ങളെക്കാട്ടിയും സ്ട്രോങ് ആണിപ്പം സോഷ്യൽ മീഡിയ എന്നുള്ളത് കാരണം, സോഷ്യൽ മീഡിയയിൽ കൂടെ ഹമാസ് എന്ന് പറഞ്ഞ ഇസ്രായേൽ വിരുദ്ധ പോരാട്ടം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഇസ്ലാം തീവ്രവാദി സംഘടന, പാലസ്തീൻ ഇസ്ലാമി തീവ്രവാദി സംഘടനയുടെ ബോംബിങ്ങിലാണ് നമ്മുടെ ഈ സഹോദരി മരിച്ചത്. ഒരു ക്രിസ്ത്യാനി സഹോദരിയാണ്. ഇവിടെ നമ്മൾ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൃത്യമായി ഇസ്ലാമിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്ക്, മുസ്ലിങ്ങൾ കൃത്യമായി എങ്ങനെയാണ് പൊളിറ്റിക്കൽ വോട്ടിംഗ്, ടാക്ടിക്കൽ ഷിഫ്റ്റിംഗ് നടത്തി, പൊളിറ്റിക്കലായിട്ട് ഗ്രൂപ്പിംഗ് നടത്തി വോട്ട് ചെയ്ത് ഇവിടെ LDFനെ വിജയിപ്പിച്ചത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാവുന്നതാണ്. എൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, ശ്രേയംസ് കുമാർ തോറ്റത്. ഇത്രയും വലിയ LDF വേവ് നടക്കുമ്പോഴും ശ്രേയംസ് കുമാർ എന്ന് പറഞ്ഞ LDFിലെ ഒരു അതികായകൻ, അദ്ദേഹം സിദ്ദിഖിന് മുമ്പിൽ കീഴടങ്ങി. അവിടെ കൃത്യമായി നമുക്ക് കാണാം ടാക്ടിക്കൽ വോട്ടിംഗ്, മുസ്ലിമിൻ്റെ, ഇസ്ലാമിൻ്റെ ടാക്ടിക്കൽ വോട്ടിംഗ്. അതുമായിട്ട് നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് നടന്നിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. SDPI സ്ഥിരമായി മത്സരിക്കുന്ന SDPIക്ക് സ്ഥാനാർത്ഥികളില്ല. അങ്ങനെ എല്ലാം വളരെ വ്യക്തമായിരുന്നു, കൃത്യമായ വോട്ടിംഗ് നടന്നു. അത് ഇലക്ഷൻ്റെ വിശേഷം. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഭീകര അവസ്ഥ, കേരളത്തിലെ ഒരു ഭീകര അവസ്ഥ, പണ്ടും ഇതുമാതിരി LDF ആണെങ്കിലും UDF ആണെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടത്തി പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്. ആ ന്യൂനപക്ഷ ഏകീകരണ വിജയത്തിന് ശേഷം ന്യൂനപക്ഷം
പവർ ബാർഗെയിനിങ് നടത്തുന്ന അവസരങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ പവർ ബാർഗെയിനിങ് ഒരു വളരെ എക്സ്ട്രീം സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് AK ആന്റണിക്ക് തുറന്നു പറയേണ്ടി വന്നു. ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ന്യൂനപക്ഷങ്ങളുടെ ബ്ലാക്ക് മെയിലിങ്ങിനെ പറ്റി, പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിങ്ങിനെ പറ്റി പച്ചയ്ക്ക് തുറന്നടിച്ചത്. അതിന് AK ആന്റണിക്ക് സഫർ ചെയ്യേണ്ടി വന്നു, അത് വേറെ കാര്യം. പക്ഷേ അന്നും പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഇതുമാതിരി പൊളിറ്റിക്കൽ ത്രട്ടണിങ്, ഒരു പൊളിറ്റിക്കൽ ത്രട്ടണിങ്, ഭീകരത ഇതുവരെ നമ്മൾ കേരളം കണ്ടിട്ടില്ല. ഇപ്പം ഈ ഇസ്രായേൽ വിഷയം ആണ് തന്നെ ഞാൻ ഇത് പറയാൻ കാര്യം. ഈ ഇസ്രായേലിൽ ഈ സംഭവം നടക്കുന്നത്, ഇത് ഈ വലിയൊരു ചരിത്രമുള്ള സംഭവമാണ്. ഇസ്രായേലിൻ്റെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ റീസെൻ്റായിട്ട് ഉണ്ടായ ഒരു രാജ്യമാണ്. ജൂതന്മാരെന്ന് അത് ജ്യൂസ് എന്ന് പറയുന്നവരെ ലോകം എല്ലായിടത്തും അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു മതസമൂഹമാണ്. അപ്പോൾ ഇത് പറയുന്നത് അബ്രഹാം എന്ന് പറഞ്ഞ ഭഗവാന്റെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയിലുണ്ടായ ഇസഹാക്ക്, അദ്ദേഹത്തിൻ്റെ വേലക്കാരിയിലുണ്ടായ ഇസ്മായിൽ, ഈ 2 മക്കൾ. അപ്പോൾ ഇസഹാക്കിൻ്റെ പരമ്പരയാണ് ജ്യൂസ്. പിന്നെ അതിനകത്തു നിന്നാണ് യേശു ക്രിസ്തു ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഈ ഇസ്മായിൽ എന്ന് പറഞ്ഞ മകൻ രാജ്യം വിടുകയാണ്. അതാണ് പിന്നെ ഇസ്ലാമായി വരുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾ തമ്മിലുള്ള ഫൈറ്റാണിത്. അതായത് ശരിയായ ഒരു സന്തതിയും ജാരസന്തതിയും അതിൻ്റെ പരമ്പരകൾ തമ്മിലുള്ള. നമുക്കതൊന്നും ഒരു വിഷയമല്ല. അവിടെ അടി നടക്കുമോ എന്ത് നടക്കുമോ, അത് ഒരുപാട് പേര് പറയുന്നു നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കണം, കാരണം ഇസ്രായേൽ നമ്മളെ ഒരുപാട് സഹായിച്ചതാണ്, അതുകൊണ്ട് ഇന്ത്യ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോദിയാണ് ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രീമിയർ. കാരണം അതുവരെ നമ്മൾ ഈ പറഞ്ഞ ഒരു യാസർ അറാഫത്തിനെ വെച്ചിട്ട് അതൊരു യാസർ എന്ന് പറഞ്ഞ തികഞ്ഞ തീവ്രവാദി അയാളെ പൊക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ഇവിടെ ഇന്ത്യയിൽ. എന്നിട്ട് പോലും അക്കാലത്തും ഇസ്രായേൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ടാക്ടിക്കലായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ പറഞ്ഞ് ഇസ്രായേലിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടായ ചലനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഈ നമ്മുടെ മലയാളി സഹോദരി മരിച്ചപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും മൊത്തമായി ഈ നമ്മുടെ മാധ്യമങ്ങളൊക്കെ മൊത്തമായി വളരെ നിസാരവൽക്കരിച്ചാണ് പറഞ്ഞത്. ഇതിനെ അപലപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് ആദരാഞ്ജലി, ഈ സഹോദരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ, വളരെ ചുരുക്കം രാഷ്ട്രീയ നേതാക്കൾ പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. അതിനകത്ത് 3 രാഷ്ട്രീയ നേതാക്കൾ, അത് 3ഉം UDFൻ്റെയാണ്. 3, 1 ഉമ്മൻചാണ്ടി, 2 ഒരു വീണ S നായർ എന്നങ്ങോട്ട് പറഞ്ഞ മറ്റേ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, തോറ്റ MLA. 3 നമ്മുടെ കാപ്പൻ, പാല MLA. ഈ 3 പേരും അവരുടെ ഫേസ്ബുക്ക് മെസ്സേജിൽ ഹമാസിൻ്റെ അതായത് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ച ഈ സഹോദരി എന്ന് സൂചിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് 3 പേരും ഇട്ടിരുന്നത്. ആ 3 ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ജിഹാദികളുടെ കടന്നലാക്രമണമായിരുന്നു. ജിഹാദികൾ കൂട്ടത്തോടെ ആക്രമിച്ച് അവസാനം ഈ നേതാക്കൾക്ക് പോസ്റ്റും വലിച്ചിട്ട് ഓടേണ്ടി വന്നു. പക്ഷേ അത് ഈ വെറും രാഷ്ട്രീയക്കാരാണ്, ഇപ്പോൾ ഭരണത്തിൽ ഇല്ലാത്തവരാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടു. അതിനകത്ത് തീവ്രവാദമെന്നോ ഒന്നുമേ പറഞ്ഞിട്ടില്ല.
അതിനകത്ത് ഈ സൗമ്യ എന്ന് പറഞ്ഞ സഹോദരി മരിച്ചതിനെ പറ്റി അല്പം ഒരു പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തു. മിനിറ്റുകൾക്കകം അദ്ദേഹത്തിന് ആ പോസ്റ്റ് മാറ്റേണ്ടി വന്നു. അത് വീട്ടിനുള്ളിൽ നിന്നുള്ള പ്രഷറാണോ? വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടിപ്പോൾ പ്രഷർ വീട്ടിനുള്ളിൽ തന്നെ ഒരു പ്രഷർ കുക്കർ വീട്ടിനുള്ളിൽ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള പ്രഷറാണോ അതോ ബാഹ്യമായ ജിഹാദികളുടെ പ്രഷറാണോ? എന്തായാലും അദ്ദേഹം പോലും ഇരട്ടച്ചങ്കൻ എന്ന് അവകാശപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് പോലും ഈ പോസ്റ്റ് ആ ഭാഗം ഒഴിവാക്കേണ്ടി വന്നു, എരിച്ചേണ്ടി വന്നു. ഇതാണ് സിറ്റുവേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 99 സീറ്റ് കിട്ടി. ആരും ഇനിയും ഒറ്റ ഒരുത്തൻ ഇനിയും ചോദ്യം ചോദിക്കാനില്ല. വൃത്തിയായിട്ട് ഭരിച്ചാൽ മതി. അതായത് LDFന്റെ മാനിഫെസ്റ്റോ വെച്ച് അജണ്ട വെച്ച് വൃത്തിയായി ഭരിച്ചാൽ മതി. അതാണ് LDFന്റെ ഹിസ്റ്ററി, ചരിത്രം. ഇങ്ങനെ ഇതിനു മുമ്പ് പലതവണ മൈനോറിറ്റി വോട്ടുകൾ കൊണ്ട് LDF ഭരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവർ വ്യക്തമായ അവരുടെ അജണ്ട അനുസരിച്ചാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നോക്കൂ, ഭരണത്തിൽ ഏറിയതിന് ശേഷം ഒന്നുകിൽ ഭരണത്തിലേറ്റിയ ജിഹാദികളോട് നന്ദി രേഖപ്പെടുത്തുന്നു, അവരോട് വിധേയത്വമായി രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങി. പൊളിറ്റിക്കൽ പ്രോസ്ട്രേഷൻ. അപ്പോൾ CPMനെ കൂട്ടുള്ള ഒരു കേഡർ സംഘടന എവിടെ എത്തി നിൽക്കുന്നു? അവർ പോലും അതിൻ്റെ ഏറ്റവും പവർഫുൾ CPM കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ കേരളം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന പിണറായി വിജയന് പോലും ഈ ജിഹാദികളുടെ മുമ്പിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് കേരളം നിൽക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ കേരളം എത്തുന്നത്? ഇത് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉദയമാണ് കേരളത്തിൽ. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉദയം എന്നല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ പിടിമുറുക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇനിയും ഈ ജിഹാദികൾ കാര്യങ്ങൾ കേരളത്തിൽ തീരുമാനിക്കും. അതിനുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായി വരുന്നത്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. CPM എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ ഒരു കേഡർ പാർട്ടിക്ക് ഈ സാഹചര്യം ഉണ്ടായെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കയറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നതാണ്. നിങ്ങൾ പഴയ കാലം മുതൽ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു പ്രൊഫസറിൻ്റെ കൈയും കാലും വെട്ടി കേരളത്തിലെ കൂട്ടുള്ള ഒരു മതേതര കോപ്പ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ഒരു സമൂഹം ഉള്ള ഈ കേരളത്തിൽ ഒരു കോളേജ് പ്രൊഫസറിൻ്റെ കൈയും കാലും പച്ചയ്ക്ക് വെട്ടി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ്റെ എന്താ പറഞ്ഞ അയാളുടെ പുസ്തകമുണ്ട്, അത് വായിച്ചാൽ മനസ്സിലാവും. അയാൾ അനുഭവിച്ച ടോർച്ചർ ഈ വെട്ട് കിട്ടിയ ജിഹാദികളിൽ നിന്നല്ല. ഈ ജിഹാദികളെ ഭയന്ന് ഇവൻ ക്രിസ്ത്യൻ സഭ പോലും അയാളുടെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. അയാളെ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടു, സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, അയാൾ ആ വെട്ട് കിട്ടി ആശുപത്രിയിൽ പോയി കൈയെല്ലാം തുന്നിക്കെട്ടി തിരിച്ചു കൊണ്ടുവന്ന് കാലങ്ങളായിട്ട് അയാൾക്ക് ജോലിക്ക് കയറാൻ പറ്റില്ല. അയാളെ പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നു. കോടതിയിൽ പോയി വർഷങ്ങൾ ഫൈറ്റ് ചെയ്ത് വിജയം നേടി റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേദിവസം കണ്ടോ അദ്ദേഹത്തിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും സംഘടിതമായ ക്രിസ്ത്യൻ സമൂഹം, സഭ ഈ ജിഹാദികളുടെ മുമ്പിൽ കീഴടങ്ങിയ ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്.
ഇപ്പോൾ അത് എല്ലാ പൊളിറ്റിക്കൽ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ സ്പെക്ട്രം മുഴുവൻ വ്യാപിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമേ ഇല്ല, ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നില്ല. UDF LDF ദേ ആർ ലീസ്റ്റ് ബോതേഡ്. അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. ഇസ്ലാമിക രാഷ്ട്രം, ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. കേരള സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴും ആ കേസ് പെൻഡിങ് ആണ്. ഞാൻ അതിനകത്ത് കക്ഷി ചേരാനൊരു പെറ്റീഷൻ കൊടുത്തു. ആ കേസ് പൊക്കിക്കൊണ്ട് വരാൻ പല രീതിയിൽ പണി നോക്കിയിട്ടും ഒരു കാരണവശാലും അത് ബെഞ്ചിലേക്ക് വരില്ല. ആ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു മുസ്ലിമാണ്, ഒരു മുസ്ലിം കൊടുത്ത കേസാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേരളത്തിൽ നിരോധിക്കണം എന്ന് പറഞ്ഞാണ് കേസ്. ഒരുപാട് കാര്യകാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ കേസിൽ അന്നത്തെ DGP, എനിക്ക് തോന്നുന്നു 2012 കണ്ടാണ് അഫിഡവിറ്റ് ഫയൽ ചെയ്തേക്കുന്നത്. അന്നത്തെ DGP ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു 10 പേജ് കണ്ടുള്ളൊരു ഡീറ്റെയിൽഡ് അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഫയൽ ചെയ്തു. ആ അഫിഡവിറ്റിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞാനത് എടുത്തു വെക്കണം എന്ന് വിചാരിച്ച അഫിഡവിറ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാന്ന് വെച്ചു. പക്ഷേ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ലോക്ക്ഡൗൺ ആയത് കാരണം ഓഫീസിലൊന്നും ആരില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനകത്ത് പറയുന്ന 1-2 വ്യക്തമായ കാര്യങ്ങളുണ്ട്. അതിനകത്ത് വ്യക്തമായി പറയുന്നത് അവരുടെ കൃത്യമായ അവരുടെ അജണ്ടയായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ആൾ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ഭരണഘടനയെ അംഗീകരിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഒരു സംഘടനയല്ല. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാൻ പാടില്ല. 1. 2, ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാകണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുമാതിരി ഷോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ സംഘടനയുടെ പറ്റി ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു സംഘടന ഇവിടെ കൃത്യമായി പബ്ലിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടനയുടെ അപകടം മനസ്സിലാക്കി പല സംസ്ഥാനങ്ങളും തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാൻ ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഓൾ ഇന്ത്യ ലെവലിൽ ബാൻ ചെയ്യാൻ. കാരണം അതിനകത്ത് ഈ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് പണ്ട് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്ത സിമി എന്ന് പറഞ്ഞ തീവ്രവാദി സംഘടനയുടെ പ്രവർത്തകർ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ പത്രപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ ഇപ്പം അകത്ത് കിടക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ നടന്നിട്ടും ഒരു മനുഷ്യർ പോലും പബ്ലിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറല്ല. ഒരു രാഷ്ട്രീയക്കാരും, ഒരൊറ്റ രാഷ്ട്രീയക്കാരും പബ്ലിക്കായിട്ട് ഈ ഇസ്ലാമിക ജിഹാദിനെതിരെ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഭീകരാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും കയ്യിൽ നിന്നും കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജിഹാദി സംഘടനകൾക്ക്, ഈ ജിഹാദി സംഘടനകളെ ജിഹാദി ഗ്രൂപ്പ്, ഈ സംഘടനയിൽ ഇല്ലാത്ത ഒരുപാട് ജിഹാദികൾ മറഞ്ഞിരിപ്പുണ്ട്. മതേതരത്വത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് മറഞ്ഞിരിക്കുന്ന ഒരുപാട് ജിഹാദികളുണ്ട്. ഈ ജിഹാദികളുടെ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇസ്ലാമികവൽക്കരണം, ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ
ഇപ്പോൾ തൽക്കാലം കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇസ്ലാമികവൽക്കരണം. ഇതാണ് ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പറ്റി കൃത്യമായി ഹൈക്കോടതിയിൽ അഫിഡവിറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ ഇസ്ലാമികവൽക്കരണത്തിന് വൽക്കരണം എന്ന അജണ്ടയ്ക്ക് അവർക്ക് ഒരു രാഷ്ട്രീയവുമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും കാണും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അതാണ് അവരുടെ ആദ്യത്തെ അജണ്ട. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അതിൻ്റെ കീ പൊസിഷനുകളിൽ എത്തുക, എന്നിട്ട് അവിടെ ഒരു കമാൻഡിങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ സംഘടിപ്പിക്കുക. ഇതാണ് കൃത്യമായി ആ അജണ്ട അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ പാവം പിടിച്ച ഒരു ഹിന്ദു പയ്യനെ SFIക്കാരനാണ്, അവനെ മഹാരാജാസിൽ വെട്ടിക്കൊന്നു. സഖാവിനെയാണ് കൊന്നിരിക്കുന്നത്. എന്നിട്ട് ഈ സഖാക്കൾ ഭരിക്കുന്ന സർക്കാർ എന്ത് ചെയ്തു? നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. ഈ പോപ്പുലർ ഫ്രണ്ടുകാരനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടല്ലേ ഇരട്ടച്ചങ്കൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത്. അപ്പോൾ അവന് രാഷ്ട്രീയമില്ല. അവൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമികവൽക്കരണമാണ്. ആ ഇസ്ലാമികവൽക്കരണത്തിന് ആരെതിർ നിൽക്കുന്നു അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ CPM-നോട് അപ്പോൾ ആത്യന്തികമായി ഈ ജിഹാദികളുടെ നമ്പർ 1 ശത്രു എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്. 78-79% ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഹിന്ദുക്കൾ ആണ് അവരുടെ ഏറ്റവും വലിയ തടസ്സം. ഭാരതം ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ അവൻ്റെ നമ്പർ 1 ശത്രു, ഈ ജിഹാദികളുടെ നമ്പർ 1 ശത്രു ഹിന്ദു തന്നെയാണ്. ആ ഹിന്ദു വിരോധമാണ് CPM-ലേക്ക് ഇവരെ അടുപ്പിച്ചിരിക്കുന്നത്. കാരണം അവർ നോക്കുമ്പോൾ UDF-നെ കാട്ടി ഹിന്ദുവിനോട് ഫൈറ്റ് ചെയ്യാൻ, ആൻറ്റി ഹിന്ദു സ്റ്റാൻഡ് എടുക്കാൻ ബെറ്റർ പാർട്ടി, ഹിന്ദുവിനെ തളർത്താൻ അല്ലെങ്കിൽ ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്യാൻ, ഹിന്ദുവിനെ ഇല്ലാതാക്കാൻ ഏറ്റവും എളുപ്പം, ഹിന്ദുവിൻ്റെ ആചാരങ്ങളാണെങ്കിലും വിശ്വാസങ്ങളാണെങ്കിലും നമ്മൾ അടിത്തറ ഇളക്കി നമ്മളെ ഇല്ലാതാക്കാൻ ഏറ്റവും ബെസ്റ്റ് വെപ്പൺ, ഒരു ടൂൾ, വെപ്പൺ അല്ല ടൂൾ എന്ന് പറഞ്ഞാൽ സഖാക്കളാണ്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 90% ഹിന്ദുക്കളാണ്. ഹിന്ദു വിരുദ്ധത മേലങ്കി അണിഞ്ഞ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത ഒരു ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയാക്കി മാറ്റിയ, അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംഘം ബ്ലഡി ഫൂൾസ് ആയിട്ടുള്ള, മണ്ടന്മാരായിട്ടുള്ള, കോന്തന്മാരായിട്ടുള്ള, ഉണ്ണാക്കന്മാരായിട്ടുള്ള ഹിന്ദുക്കളാണ് ഈ CPM-ലുള്ളത്. CPM എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം, സഖാക്കൾ. ഈ സഖാക്കളാണ് ഈ ഇസ്ലാമിക ഈ ജിഹാദികൾക്ക് ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൂൾ. അതുകൊണ്ടാണ് അവരെ ഇടതുപക്ഷവുമായി ചേർന്നത്. കാരണം കാര്യം എന്തൊക്കെ പറഞ്ഞാലും UDF-ൻ്റെ ഭരണകാലത്ത് ക്ഷേത്രങ്ങളിലെ ഹിന്ദു വിരുദ്ധതയോ, ഇപ്പം ശബരിമല വിഷയത്തിലാണെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലോ, സുപ്രീം കോടതി സ്വീകരിച്ച നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഹിന്ദു വിരുദ്ധ നിലപാട് UDF എടുത്തിട്ടില്ല. ആ ഹിന്ദുവിന് അനുകൂലമായി, അതായത് യുവതീ പ്രവേശനം പാടില്ല എന്ന് UDF എടുത്ത നിലപാട് മാറ്റിയാണ് പിണറായി വിജയൻ്റെ സർക്കാർ അല്ലെങ്കിൽ അച്യുതാനന്ദൻ്റെ സർക്കാർ മറിച്ചൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്ത് ഞങ്ങൾ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ്. അപ്പം അങ്ങനെ ഏത് വിഷയം എടുത്താലും, ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി പാടില്ല എന്ന് ഉത്തരവിറക്കിയത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ്റെ സർക്കാരാണ്. പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കീഴിലാണ് SP ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി, ഉത്സവത്തിന് കാവിക്കൊടി പാടില്ല എന്ന് പറഞ്ഞത്. ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പണി നോക്കാൻ പറഞ്ഞത്. ക്ഷേത്ര ഉത്സവ കാര്യങ്ങൾ നടത്താൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, അത് പോലീസും സർക്കാരും ഒന്നും ഇടപെടണ്ട, അവർ ഞങ്ങൾ അമ്പലത്തിലെ കാര്യം അമ്പലത്തിലെ ആൾക്കാർ നോക്കിക്കോളൂ, വിശ്വാസികൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറഞ്ഞത്.
അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഹിന്ദു വിരുദ്ധ നിലപാടെടുത്ത, വ്യക്തമായ ഹിന്ദു വിരുദ്ധ നിലപാടെടുത്ത ആൻറ്റി ഹിന്ദു ഒരു പാർട്ടി CPM ആയതുകൊണ്ടാണ് അവരെ ഉപയോഗിച്ച് ഇസ്ലാമൈസേഷൻ, ഇസ്ലാമികവൽക്കരണം, കേരളത്തിൻ്റെ ഇസ്ലാമികവൽക്കരണം നടത്താൻ എളുപ്പമാണ് എന്ന് ജിഹാദികൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായ അജണ്ടയോടുകൂടി ഈ സഖാക്കളുടെ, പകൽ സമയത്ത് സഖാവും രാത്രിയിൽ ജിഹാദികളുമായ ജിഹാദി സഖാക്കളുടെ വരവ് കേരളത്തിലുണ്ടായത്. ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ മിക്കവാറും സഖാക്കളെല്ലാം സുന്നത്ത് നടത്തണമെന്ന് ഉത്തരവ് വരെ പാർട്ടിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ. അതൊരു നിർബന്ധമാണ്. KK സെൻ്ററിൽ നിന്ന് അതിനൊരു പ്രത്യേകം ഒരു കൗണ്ടറൊക്കെ വയ്ക്കും മിക്കവാറും. സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ അകത്തോട്ട് കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് കൃത്യമായി വിഴുങ്ങുകയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നിങ്ങൾ ആലോചിക്കൂ, ഈ ഹിന്ദു വിരുദ്ധത പണ്ട് മുതലേ വ്യക്തമായിട്ടുണ്ട്. ഇപ്പം കരുണാകരൻ പണ്ട് ഗുരുവായൂരിൽ പൊയ്ക്കൊണ്ടിരുന്നു. കരുണാകരനൊക്കെ പറഞ്ഞ മാതിരി ഈ ഒരു എന്താ പറയുന്ന ഒരു മതേതരത്വം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന ചള്ളയടിച്ച് നടന്ന ഒരാളാണ്. പക്ഷെ എന്നാലും അദ്ദേഹം കൃത്യമായി ഗുരുവായൂർ, അദ്ദേഹം ഒരു ആർഡൻ ഗുരുവായൂർ ഭക്തനായിരുന്നു. ആ ഗുരുവായൂരിൻ്റെ പേരിൽ അദ്ദേഹത്തെ കളിയായിക്കൊണ്ടിരുന്നു ഇവിടെ. അപ്പം ഹിന്ദു വിരുദ്ധത പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ആ ഹിന്ദു വിരുദ്ധത ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു കൃത്യമായ ലക്ഷണം, അതൊരു പരിധിവരെ വിജയിച്ചു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് ഇൻഫിൽട്രേഷനാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും കൃത്യമായി ജിഹാദികൾ അകത്ത് കയറുക. അടുത്ത സ്റ്റെപ്പാണ് അതിനകത്ത് അവരുടെ പവർ കാണിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു 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 പവർ, അവരുടെ പവർ ഇമ്പോസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന സിറ്റുവേഷൻ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വരെ മുട്ടുകുത്തേണ്ടി വന്നു. അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്യേണ്ടി വന്നു ജിഹാദികളുടെ പ്രഷർ കാരണം. അപ്പം നമ്മൾ എങ്ങോട്ടാണ് കേരളം നീങ്ങുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. വലിയ വലിയ അപകടത്തിലേക്കാണ്. മതേതരത്വം എന്ന് പറഞ്ഞ പാണ്ടക്കെട്ട് ചുമന്ന് തോളല്ലൊടിഞ്ഞ ഹിന്ദു, ആ ഹിന്ദുവിൻ്റെ പുറത്തേക്കാണ് ഈ കളി. എന്തുകൊണ്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായി? നമ്മൾ ആലോചിക്കണ്ടേ, എന്തുകൊണ്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായി? വെറും 27% അല്ലെങ്കിൽ 28% അല്ലെങ്കിൽ 26%, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അത്രയും ശതമാനമുള്ള ഒരു മുസ്ലിം വിഭാഗത്തിന് കേരളത്തിൻ്റെ കംപ്ലീറ്റ് രാഷ്ട്രീയ സിറ്റുവേഷൻ കൈപ്പിടിയിൽ ഒതുക്കാനായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആര് തന്നെയാണ്? നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്. ഇനി യാതൊരു തർക്കവും വേണ്ട. നമ്മുടെ ഹിന്ദുക്കളുടെ ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഇതൊന്നും സാരമില്ല. ഈ മൈൻഡ് സെറ്റാണ് നമ്മളെ ഈ പരുവത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ, ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിൽ കത്തിവെക്കുന്ന സമയം അതിവിദൂരമല്ല. എൻ്റെ ഹിന്ദു സഹോദരങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കൂ. വി ആർ ഇൻ സീരിയസ് എക്സിസ്റ്റൻഷ്യൽ ഡേഞ്ചർ. നിലനിൽപ്പ് അപകടത്തിലാണ്. ക്രിസ്ത്യാനികൾ ഒരു പരിധിവരെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരവരുടേതായിട്ടുള്ള നടപടികളിലേക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹിന്ദുക്കൾ ഇപ്പോഴും സുഷുപ്തിയിലാണ്. വൈകിട്ടായാൽ 2 എണ്ണം കഴിക്കുക, കിടന്നുറങ്ങുക. ഒരു വീട്ടിലും ജപവുമില്ല, ഒരു വീട്ടിലും പൂജാമുറിയില്ല,
ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ ഹിന്ദുക്കളിൽ നിന്നും അകന്നുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഇസ്ലാമോ ഒരു മുസ്ലിം അവൻ്റെ നിസ്കാരം മുടക്കിയുള്ള ഒരു കളിയില്ല. ഇപ്പം ഇതിപ്പോ ഞാനൊരു വെറും സാധാരണക്കാരനായിട്ട് പോലും ഉസാൻ കണ്ണൂർ, മൻസൂഖ്, അനാസ്, എന്തുമാത്രം വിവരക്കേട എഴുതി വയ്ക്കുന്നത് തെറികൾ. കുരു പൊട്ടുക. കാരണം സത്യം പറയുമ്പോൾ ഈ കുരു പൊട്ടും. ഞാൻ പണ്ട് ലവ് ജിഹാദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുരു പൊട്ടി മാറി. ഇതൊരു സത്യമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു സത്യമാണ്. ആ സത്യം നമ്മൾ മനസ്സിലാക്കി വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ, അത് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ റോഡിലിറങ്ങി പ്രവർത്തിക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ സംഘടനയിൽ ജോയിൻ ചെയ്യണോ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. സ്വയമായ അവബോധം, നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ പറ്റി സ്വയമായ ഒരു അവബോധം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ അധികം നാളില്ല നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ജിഹാദികൾ തീരുമാനിക്കും. അതായത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞെന്ന് തോന്നുന്നു, മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ ഏരിയയിൽ കൂടി ഹിന്ദു അമ്പലത്തിൻ്റെ പ്രൊസഷൻ, ഉത്സവത്തിൻ്റെ പ്രൊസഷൻ പോകാൻ പറ്റില്ല. അവിടെ ഉത്സവം മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിലെ ഒരു ഉത്സവം നടത്താൻ പറ്റില്ല. അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു നിലപാട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടിലെടുത്തു. പിന്നെ ഹൈക്കോടതിയാണ് പറഞ്ഞത് പണി നോക്കടാന്ന് പറഞ്ഞത്. ഇത് പാകിസ്ഥാനല്ല, ഇന്ത്യയാണെന്ന് പറഞ്ഞു. ഇത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ഒരൊറ്റ ഹിന്ദുക്കളും ഒരു ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ ആരാധന വിഷയത്തിലോ അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലോ അവരുടെ പള്ളിയിൽ എന്താണ് നടക്കുന്നതെന്നോ ഒരു കാര്യത്തിലും നമ്മൾ ആരും ഇടപെടാറില്ല. ഒരു കാര്യത്തിലും നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെയുള്ള ഹിന്ദുക്കളുടെ മേളിലേക്കാണ് ഈ കളി എന്ന് ആലോചിക്കണം. അത് 80% ഹിന്ദു ഉള്ള ഒരു രാജ്യത്തു നിന്നാണ് ഈ കളി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന നിലപാട് എന്താണ്? ആ നിലപാട് എന്തിൻ്റെ ബേസിലാണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവരുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമൈസേഷൻ, ഇസ്ലാമികവൽക്കരണം, ഭാരതത്തിൻ്റെ ഇസ്ലാമികവൽക്കരണം. അതിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ ഇസ്ലാമികവൽക്കരണം. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കൂ, നമ്മുടെ ഇന്ത്യയിൽ എവിടെ തീവ്രവാദ ഇഷ്യൂസ് ഉണ്ടെങ്കിലും, എവിടെ ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും തീവ്രവാദ ഇഷ്യൂസ് എന്തുണ്ടായാലും, അതിപ്പം ഏറ്റവും അവസാനം നടന്ന ദില്ലി കലാപത്തിലോ ഹത്രസിൽ പോയ വിഷയം ഉണ്ടാക്കിയോ ഏത് വിഷയം എടുത്താലും അതിൻ്റെ ഒരു കണ്ണി കേരളത്തിലാണ്. കാരണം കേരളത്തിൽ നിന്നാണ് ഈ ജിഹാദ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇസ്ലാമൈസേഷൻ. കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളമാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൺസെപ്റ്റ് ഇസ്ലാമികവൽക്കരണം, ഇസ്ലാം രാജ്യമാക്കുക, ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ള അവരുടെ അജണ്ട ഓപ്പൺ അജണ്ടയാണ്. അതാണ് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ആ ഓപ്പൺ അജണ്ട നടപ്പാക്കാൻ അവരെ എന്ത് മെത്തേഡും സ്വീകരിക്കും. അതിൻ്റെ ലക്ഷണമാണ്. ഇപ്പം ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരു ബോംബ് പൊട്ടുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കില്ല. കാരണം ഇതിൻ്റെ പ്രധാന ആൾക്കാരെല്ലാം ഇവിടെ ബോംബ് പൊട്ടി അവരും ചത്തുപോകും.
അതുകൊണ്ട് ഈ തീവ്രവാദികളുടെ സ്വന്തം ഹെഡ്ക്വാർട്ടേഴ്സിൽ അവർ ബോംബൊന്നും ഉണ്ടാക്കുകയോ വയ്ക്കുകയോ ചെയ്യത്തില്ല, അത് വേറെ സ്ഥലത്തായിരിക്കും. അപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാത്തതിൻ്റെ പ്രധാന റീസൺ ഇതാണ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ മുഴുവൻ ആസൂത്രണം. നമ്മൾ ഒരുപാട് നാഷണൽ മീഡിയയൊക്കെ ആ ഒരുത്തൻ്റെ ഒരു ജിഹാദിയുടെ കേരളത്തിൽ നിന്ന് അവിടെ മറ്റേ സിറിയയിലോ എവിടെയാണ്ടോ പോയി കിടക്കുന്ന ഒരു ജിഹാദിയുടെ ഫോൺ സംഭാഷണം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ആഹ്വാനം നമ്മൾ കേട്ടതാണ്. തൃശ്ശൂർ പൂരത്തിന് പോയി വണ്ടി ഇടിച്ച് കയറ്റേ, ആൾക്കാരെ കൊല്ലേ, വിഷം കലർത്തി ഭക്ഷണം കൊടുത്ത് കൊല്ലേ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതൊക്കെ NIA അതിൻ്റെ കാര്യത്തിൽ അന്വേഷിക്കുന്ന ആരുടെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് സിറ്റുവേഷൻ. ഇസ്ലാമൈസേഷന് ശ്രമിക്കുന്ന ഒരു കൂട്ടം ജിഹാദികൾ. ഇപ്പം എല്ലാവരും പറയും നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും. എനിക്കറിയില്ല എങ്ങനെ തിരിച്ചറിയുന്ന, എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇതെങ്ങനെ ഇവരെ തിരിച്ചറിയുന്നുള്ളൂ? കാരണം ഇവിടെ നല്ല മുസ്ലിം എന്ന് പറയപ്പെടുന്ന ആരും ഈ വിഷയങ്ങളൊന്നും ഓപ്പണായിട്ട് പ്രതികരിക്കുന്നില്ല. ഒരു വിഷയത്തിലും ഈ ജിഹാദ് കാണിക്കുന്ന തെമ്മാടിത്തരത്തിനെ തെമ്മാടിത്തരമാണെന്ന് ഓപ്പണായിട്ട് പറയാൻ ഒരു മുസ്ലിമും ആർജവം കാണിക്കുന്നില്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ. അപ്പം ഒരു ഇസ്ലാമൈസേഷൻ്റെ ഒരു ഹബ്ബാണ് കേരളം. അതിൻ്റെ പൊളിറ്റിക്കൽ വേർഷൻ, അതിൻ്റെ പൊളിറ്റിസൈസേഷൻ ഓഫ് ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം, അതിൻ്റെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇനിയുള്ള കാലം നമ്മൾ സൂക്ഷിച്ചും കണ്ടു നിന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ പറയാം, വി ആർ ഓൾ ഇൻ ട്രബിൾ. വി ആർ ഓൾ ഇൻ സീരിയസ് ട്രബിൾ. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. വി ആർ ഓൾ ഇൻ സീരിയസ് ട്രബിൾ. വർഗീയമായി ചിന്തിക്കുന്ന, വർഗീയം ഞാൻ ഉദ്ദേശിക്കുന്ന ആൻറ്റി ഇസ്ലാം ആൻറ്റി ക്രിസ്ത്യൻ അല്ല, വർഗീയമായി ചിന്തിക്കുന്ന ഹിന്ദു ഇവിടെ ഉണ്ടായേ പറ്റൂ. അതായത് മതേതര ചിന്താഗതി മാറ്റി നമ്മുടെ കാര്യം, നമ്മുടെ ആചാരം, നമ്മുടെ സംരക്ഷണം എന്ന് ചിന്തിക്കുന്ന ഹിന്ദു, അതാണ് ഇതിൻ്റെ ഏക സൊല്യൂഷൻ. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ മാതിരി നമുക്ക് ജയിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. നമ്മളൊരു ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഒരു 3000-4000 പേര് വിചാരിച്ചാൽ, ഹിന്ദുക്കൾ വിചാരിച്ചാൽ നമുക്ക് പലരെയും തോൽപ്പിക്കാൻ പറ്റും. ഈ രാഷ്ട്രീയ ഇസ്ലാമിന് മറുപടി അത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കൃത്യമായി ഹിന്ദു അജണ്ട വെച്ച്, കാരണം ഇസ്ലാം അജണ്ട വെച്ച് എല്ലാവരും വരുന്നുണ്ട് മുമ്പിൽ, അതിനാർക്കും ഇവിടെ തടസ്സമില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നു മുസ്ലിമിൻ്റെ പോളറൈസേഷൻ, മുസ്ലിമിൻ്റെ ഇതുണ്ടായതുകൊണ്ടാണ് പല CPM നേതാക്കളും തോറ്റത് എന്ന് ശ്രേയംസ് കുമാർ ഉൾപ്പെടെ പറയുന്നു. അതിൻ്റെ കാരണം എന്താ? എതിർഭാവം മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ UDF LDF എന്നൊന്നുമില്ല, മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കുക. 2 മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതിനകത്ത് LDFൻ്റെ മുസ്ലിം സ്ഥാനാർത്ഥി ജയിപ്പിക്കുക, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിപ്പിക്കുക. ഇതൊക്കെ വ്യക്തമായ വളരെ കൃത്യമായ അജണ്ടയിലാണ്. അപ്പം ഇസ്ലാമിനാകാം, മുസ്ലിമിനാകാം, അവൻ ഒരുമിക്കാം, അവൻ ആൾക്കാരുടെ കൈയും കാലും വെട്ടാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, പച്ചയ്ക്ക് വർഗീയം പറയാം. ഇവിടെ ഇരുന്നുകൊണ്ട് പാലസ്തീനു വേണ്ടിയിട്ട്, പാലസ്തീനിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രമേയം പാസ്സാക്കി UN അതറിഞ്ഞില്ലായിരുന്നു. SDPI പ്രമേയം പാസ്സാക്കി UN ജനറൽ സെക്രട്ടറിക്കും മറ്റുമൊക്കെ അയച്ചു കൊടുത്തു പാലസ്തീൻ വിഷയത്തിൽ. അതോടെ അവിടെ ഇസ്രായേൽ നെതന്യാഹു ആകെ വിഷമിച്ചിരിക്കുക, ഇവൻ്റെ പ്രമേയം, SDPIയുടെ പ്രമേയം കാരണം. ഇത്ര ഊളന്മാരാണ്. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവൻ അജണ്ട വളരെ കൃത്യമാണ്, അവൻ അജണ്ട വളരെ വ്യക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏക മറുപടി പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്താ ചെയ്യുന്നത്? വർഗീയമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഗ്രൂപ്പായി സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തുകയോ ബാർഗെയിൻ ചെയ്യുകയോ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ ത്രട്ടൻ ചെയ്യുകയോ ചെയ്യുക, അങ്ങനെ നേടിയെടുക്കുക. അപ്പം അതിന് മറുമരുന്ന് എന്താ? പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന, വർഗീയമായി ചിന്തിക്കുന്ന
ഒരു കൂട്ടം ഹിന്ദുക്കൾ നമ്മളും ഇറങ്ങാം. എന്നുവെച്ചാൽ റോഡിൽ ഇറങ്ങാനല്ലേ ഞാൻ പറഞ്ഞത്. നമ്മളും ഇതിൻ്റെ ഒരു ഒരു ബാർഗെയിനിങ് പവറായി മാറുക. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ മാതിരി നിങ്ങളൊരു ഓരോരുത്തരും മനസ്സിലൊരു അജണ്ട വെച്ചാൽ മതി. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പരിചയക്കാരിൽ 10 ഹിന്ദുക്കളെ ഇതുമാതിരി വർഗീയമായി ചിന്തിക്കുന്ന ഹിന്ദുവാക്കുക. അതായത് ഞാൻ പറഞ്ഞ ആൻറ്റി ഇസ്ലാം, ആൻറ്റി ക്രിസ്ത്യൻ അല്ല, നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന, ഹിന്ദു ആണെന്ന് അഭിമാനം കൊള്ളുന്ന ഒരു വർഗീയ ഹിന്ദുവാക്കാൻ 10 പേരെ വർഗീയ ഹിന്ദുവാക്കാൻ ഒരു ശ്രമം നടത്തും. ഒരു അജണ്ട സെറ്റ് ചെയ്യും. വളരെ എളുപ്പമാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലാതെ നമ്മുടെ ഗ്രൂപ്പുകളിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് ചെയ്യും. ഇതാണ് നമുക്ക് നിലനിൽപ്പിൻ്റെ ഏക മാർഗം. പൊളിറ്റിക്കൽ ഇസ്ലാമിന് മറുപടി പൊളിറ്റിക്കൽ ഹിന്ദുവിസം തന്നെയാണ്. അതിനകത്ത് ഇസ്ലാമിന് വർഗീയമായി ചിന്തിക്കാമെങ്കിൽ ഹിന്ദുവിനും വർഗീയമായി ചിന്തിക്കാം. റൈറ്റ് ടു ഇക്വാളിറ്റി ഇല്ലേ ഇവിടെ? ആ റൈറ്റ് ടു ഇക്വാളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. മുസ്ലിം എന്ന പേര് വെച്ചിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കാമെങ്കിൽ ഹിന്ദു എന്ന പേര് വെച്ച് ഹിന്ദു ലീഗ് ഉണ്ടാക്കാം. അതങ്ങനെ വർഗീയമാവും? ഇവിടെ ഒരു ഇലക്റ്റഡ് മന്ത്രിക്ക് സർക്കാർ വാഹനം ഉപയോഗിച്ച് ഖുർആൻ വിതരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹിന്ദുവിനും പല കാര്യങ്ങളും സാധിക്കും. അത് നമ്മൾ പുറകോട്ടൊന്നുമല്ല. അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിക്കും, സക്കീർ നായിക്കിനെ കൂട്ടുള്ള ആൾക്കാരൊക്കെ ഈ കേരളത്തിൽ സ്കൂൾ നടത്തുന്ന സ്ഥലമാണെന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യ പിടികിട്ടാത്ത എന്താ വലിയ ക്രിമിനലായി പ്രഖ്യാപിച്ച് വേറൊരു രാജ്യത്ത് അഭയം പ്രാപിച്ചിരിക്കുന്ന സക്കീർ നായിക്കിനെ കൂട്ടുള്ള കൊടും ക്രിമിനലിനെ, തീവ്രവാദി, ബ്ലഡി റാസ്കൽ തീവ്രവാദിയെ ഇവിടെ തോളിപ്പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിൽ കൂടുതൽ പച്ചയ്ക്ക് വർഗീയത, ഇസ്ലാം വർഗീയത നടക്കുന്നൊരു സ്ഥലമുണ്ടോ ഇന്ത്യയിൽ എവിടെങ്കിലും? ആ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഹിന്ദുക്കൾ പുറകോട്ട് പോയാൽ തീർന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ദയവായി നിങ്ങൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മൾ ചെറുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നാശമാണ്. ഇത് നാളെ ആകുമ്പോൾ ക്ഷേത്രം അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യു ആർ ഫിനിഷ്ഡ്. അത് പറയുന്നതാണ് ചെന്നൈ കണ്ടത്, നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത്. നാളെ കേരളത്തിൽ വന്ന് ഗുരുവായൂരമ്പലം തുറക്കാൻ പറ്റില്ല. കാരണം അവിടെ ചുറ്റുപാടും മുസ്ലിങ്ങളാണ് ഉള്ളത്. അവിടെ ഗുരുവായൂരപ്പൻ ഒഴിച്ച് ബാക്കി ചുറ്റുപാടും മുസ്ലിമാണ്. അത് നാളെ വന്നിട്ട് അമ്പലം തുറക്കാൻ പറ്റത്തില്ല എന്നൊരു 1000 പേരോടെ കൂട്ടുകൂടിയുന്ന എന്ത് ചെയ്യും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ പോലീസ് വന്നിട്ട് പറയും നമുക്കൊരു കോംപ്രമൈസ് ടോക്ക് നടത്താം, ഇത് ഞങ്ങളുടെ ആചാരത്തിന് വിരുദ്ധമാണ്, ഈ അമ്പലത്തിലൂടെ ഈ പരിപാടി നടക്കത്തില്ല എന്ന് നാളെ ഒരാൾ പറഞ്ഞാൽ, നാളെ ഒരു ഗ്രൂപ്പ് വന്ന് SDPക്കാരെന്ന് പറഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് തയ്യാറാവും. തയ്യാറാകാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നത്, തമിഴ്നാട്ടിൽ കണ്ടത്. നാളെ ഇവിടെ അത് വന്നാൽ അവരെ ആ ഒരു നിലയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടെത്തിക്കണം. അപ്പോൾ അതിന് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ദയവായി നിങ്ങൾ പുറത്തേക്ക് വരിക. അതായത് നിങ്ങളെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു കുക്കൂൺ, മതേതരത്വത്തിൻ്റെ കുക്കൂൺ, അത് പൊട്ടിച്ച് കം ഔട്ട് ആസ് എൻ അൺഅപ്പോളജറ്റിക് ഹിന്ദു. ട്രൈ ടു ലീവ് ആസ് എൻ അൺഅപ്പോളജറ്റിക് ഹിന്ദു. പ്രൗഡ് ഹിന്ദു, സ്വാഭിമാൻ ഹിന്ദു. മരണം ഒന്നേ ഉള്ളൂ, അന്തസ്സോടെ മരിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുക്കണം. ഒറ്റ മരണമേ ഉള്ളൂ. ഒരു സ്വാഭിമാന ഹിന്ദുവായി ജിഹാദികളുടെ മുമ്പിൽ മുട്ടുമടക്കി മുട്ടിലിഴഞ്ഞ് നക്കി ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സഖാക്കളെ, ഹിന്ദു സഖാക്കളെ, ദയവീത് നിങ്ങളുടെ റൂട്ട് മനസ്സിലാക്കൂ. വളരെ വളരെ ദയനീയ അവസ്ഥയാണ്.
അപ്പം എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതോ ഒരു മുസ്ലിം ഹരിയാനയിലോ എവിടാണ്ടോ എന്താ പട്ടി മാംസമോ എന്താണ്ടോ മാംസം ഏതോ പട്ടികൾ തിന്നെ എന്തോ അതിൻ്റെ പേരിൽ ആരാണ്ടോ അടിച്ചു കൊന്നു, ഹിന്ദുക്കൾ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇരട്ടച്ചക്കൻ പോയി നമ്മുടെ കാശെടുത്ത് നമ്മുടെ ചെലവിൽ അവിടെ പോയി ആ ചത്തുപോയവന് ഇവിടുന്ന് 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. 10 ലക്ഷം രൂപ കണ്ട് കൊടുത്തു. ഒന്ന് ആലോചിക്കണം. പക്ഷെ ഇവിടെ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ബോംബ് പൊട്ട് മരിച്ച ഒരു നാട്ടിലേക്ക് കൊണ്ടിരുന്ന ഒരു മലയാളി നഴ്സിനെ എന്ത് സഹായമാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ചത്? എന്ത് സഹായം പ്രഖ്യാപിച്ചു? ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആ ഇടുക്കിയിലുള്ള അയാളുടെ വീട്ടിൽ ആരെങ്കിലും പോയി ആ ഭർത്താവിനെയും ആ കുഞ്ഞിനെയും മരിച്ചുപോയ ആ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഈ പിണറായി വിജയനും കൂട്ടരും ചെയ്തോ? ഈ സാക്കൾ ചെയ്തോ? ഇത്ര ഇരട്ടത്താപ്പ്, നാണംകെട്ട ഇരട്ടത്താപ്പ്. ഭയന്നിട്ടാണ്, മുട്ടടിക്കുകയാണ്. കാരണം അതെങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ അരിഞ്ഞോണ്ട് പോകും. വീട്ടിൽ നിന്ന് തന്നെ അരി നടക്കും. ഇതാണ് അവസ്ഥ. ഇത്രയും നെറികെട്ട ഒരു സാഹചര്യം എന്തുകൊണ്ടാണിത് വന്നത്? ഈ ജിഹാദികളുടെ ബ്ലാക്ക് മെയിലിംഗ്. അപ്പോൾ ഇതിൽ നിന്നും ദയവീത് നിങ്ങളൊന്ന് മുമ്പോട്ട് വരിക. വന്ന് സ്വാഭിമാനത്തിൻ്റെ ക്ഷാത്രവീര്യത്തിൻ്റെ ഒരു ജീവിതമാകട്ടെ ഇനിയുള്ളത് ഹിന്ദുക്കൾക്ക്. നമസ്തേ.